ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഇതിലും എളുപ്പവഴി വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ സവാളയൊക്കെ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കൽ. ഇന്ന് നമ്മൾ സവാളയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൻ്റെ ആ ടേസ്റ്റ് ഇല്ലയെന്നൊന്ന് വിചാരിക്കേണ്ട. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പ്രഷർ കുക്കറിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്തതാണ് കേട്ടോ. ഈ അരി നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൈമ റൈസ് വെച്ചിട്ട് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ റൈസിന് തന്നെ നല്ലൊരു സ്മെല്ലാണല്ലോ. നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണമെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ഏത് ബിരിയാണി അരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു 6 ഏലക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4-5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഒരു 2-3 കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം, അതായത് വഴനയില. വഴനയില വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നെയ്യ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ നെയ്യിന് പകരം ഓയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ നെയ്ച്ചോറ് ഒന്നുകൂടെ ടേസ്റ്റി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കാം. പച്ചമുളക് കീറൊന്നും ചെയ്യണ്ട കേട്ടോ, അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 2-3 ഇല കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് കേട്ടോ. അറിയാം 2 വിസിൽ വരാൻ അത്ര സമയമൊന്നും വേണ്ട, 3 മിനിറ്റൊക്കെ മതി. 2 വിസിൽ വന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നോക്കൂ, നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്ച്ചോറാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതാണ്. അതും പിന്നെ കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തതാണ്. ഏതായാലും നമ്മൾ പ്രഷർ കുക്കറിൽ ഇത് വേവിക്കുന്ന ആ ഒരു 3 മിനിറ്റ് നമുക്ക് ഫ്രീ ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നെയ്ച്ചോറ് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്